ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിടുന്നു. ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. 50ഓളം ആശമാർ ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും. കഴിഞ്ഞ മാസം 10-നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം തുടങ്ങിയത്. ഓണറേറിയം 21,000 ആക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇൻസെന്റീവിലെ വ്യവസ്ഥകൾ ഒഴിവാക്കുക തുടങ്ങിയതായിരുന്നു ആവശ്യങ്ങൾ. ഭൂരിപക്ഷം വരുന്ന ആശമാരും ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സമരത്തെ സർക്കാർ ഗൗരവമായി എടുത്തില്ല. പിന്നെ മെല്ലെ പൊതുജനം സമരമേറ്റെടുത്തു. ഇടതുപക്ഷമൊഴികെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. സമരം പൊളിക്കാൻ മറുസമരവുമായി CITU രംഗത്തെത്തിയെങ്കിലും വിജയിച്ചില്ല. സമര നേതാക്കളെ CITU നേതാക്കൾ അപഹസിച്ചത് വലിയ ചർച്ചയായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വരവോടെ സമരത്തിനൊരു ദേശീയ മുഖം കൈവന്നു. ആശമാർ കേന്ദ്ര സ്കീമിലെ ജീവനക്കാരാണെന്നും ഓണറേറിയം കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം വിരൽ ചൂണ്ടുമ്പോഴും സമരം ചെയ്തവരുടെ ആവശ്യങ്ങൾ മാത്രം ആരും ഗൗനിച്ചില്ല. ഇതിനിടെ സമരവേദി പൊളിക്കാനുള്ള പോലീസ് നീക്കം വലിയ വിമർശനത്തിനിടയാക്കി. സെക്രട്ടേറിയറ്റ് ഉപരോധം, നിരാഹാര സമരം, അങ്ങനെ മുറകൾ ആശമാർ മാറ്റി മാറ്റി പരീക്ഷിച്ചു. പക്ഷേ സർക്കാർ ഇടപെടൽ മാത്രം അകലെ. 24 തിരുവനന്തപുരം.